പ്രായപൂർത്തി എത്തിയ തലം മുതൽ എത്ര നമസ്കാരങ്ങൾ നമുക്ക് ഖളാ ആയിട്ടുണ്ടോ ആ നമസ്കാരങ്ങളൊക്കെ നമ്മൾ വീട്ടണം. എങ്ങനെ വീട്ടണം? അതിന് ചില ആളുകൾ ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത് തറാവീഹ് നിസ്കരിക്കാൻ വരുമ്പോൾ തറാവീഹിനോടൊപ്പം നിയ്യത്ത് ചെയ്തിട്ട് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ ചോദ്യമാണ്. നിസ്കരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. പറ്റുന്നത് സുബഹിയെ പറ്റുള്ളൂ. അപ്പൊ കുനൂത്ത് ഓതണ്ടേ? കുനൂത്ത് ഓതണ്ട. അവിടെ നമ്മൾ ചെറിയൊരു ദുആ അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞാൽ തന്നെ ആ കുനൂത്തിന്റെ വാക്കുകൊണ്ട് വീടുമെന്നാണ്. ഹക്ക് വീടും. പൂർണ്ണമായി ചെല്ലലാണ് വേണ്ടത്. പക്ഷെ ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുബഹിയുടേതാകുന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് ഫർള് നിയ്യത്ത് ചെയ്ത് സുന്നത്തിന് പിന്നിലും തുടരാം, സുന്നത്ത് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഫർളിന്റെ പിന്നിലും തുടരാം. അസല അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നതാണ്. ഖളാ വീട്ടിൽ നിസ്കരിക്കുന്നവന്റെ പിന്നിൽ അദാ ആയി നിസ്കരിക്കുന്നവനും തുടരാം, അദാ ആയി നിസ്കരിക്കുന്നവന്റെ പിന്നിൽ ഖളാ വീട്ടിൽ നിസ്കരിക്കുന്നവനും തുടരാം. അപ്പൊ ഇത് ഖളാ വീട്ടുവാണല്ലോ. അത് ഏതിനോട്? ഒരു തറാവീഹിന് ഇമാമ് നിൽക്കുന്ന വ്യക്തിയോട് ഒരാൾ സുബഹി ഖളാ വീട്ടിൽ നിസ്കരിക്കാൻ, അയാൾ നിസ്കരിക്കുന്നത് സുന്നത്തും ഇമാമ നിസ്കരിക്കുന്നത് ഫർളും, ഇമാമ നിസ്കരിക്കുന്നത് അദാ ആയ നിസ്കാരവും മറ്റേ ആൾ നിസ്കരിക്കുന്നത് മൗമൂഅ നിസ്കരിക്കുന്നത് ഖളാ ആയ നിസ്കാരവും. ഇങ്ങനെ തുടരാൻ പറ്റുമോ? അതൊക്കെ പറ്റും. പക്ഷെ ഈ തറാവീഹിനെ മാത്രമാക്കി റമദാൻ കഴിയുമ്പോ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒതുങ്ങാൻ പറ്റൂല. അതാണ് ഈ വിഷയം. എല്ലാരും തറാവീഹ് മാത്രം പിടിക്കാൻ. ആ തറാവീഹ് 20 റക്അത്ത് അപ്പൊ എന്തായി? ഒരു 10 സുബഹി അങ്ങ് നിസ്കരിച്ച് തീരുമല്ലോ എന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കി അത് മാത്രം അങ്ങോട്ട് ഇതാക്കാൻ പറ്റൂല. ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഗൗനിക്കണം. നിന്റെ ജീവിത ഉപാധികൾ കഴിഞ്ഞതിന് ശേഷം മിച്ചം കിട്ടുന്ന മുഴുവൻ സമയങ്ങളും എത്രയും പെട്ടെന്ന് ഫർളായ നമസ്കാരങ്ങൾ ചെയ്യണമെന്നാണ് ഇസ്ലാമിൽ പ്രബലമായ വീക്ഷണം.